ആഷിക, ഇപ്പോൾ നമ്മൾ അവിടെയുള്ള ആളുകളുടെയൊക്കെ പ്രതികരണമൊക്കെ എടുക്കുകയുണ്ടായി. ഈ പോലീസ് എത്തി പരിശോധിക്കുമ്പോഴാണോ അങ്ങനെ ഒരു കൊലപാതകം അവിടെ നടന്നിട്ടുണ്ട് എന്ന് അവിടുത്തെ നാട്ടുകാർ അറിയുന്നത്? തീർച്ചയായും ആ നിലയിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പോലീസ് എത്തുമ്പോൾ മാത്രമാണ് നാട്ടുകാർ ഇത്തരത്തിലൊരു സംഭവം അറിയുന്നത്. നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏതെങ്കിലും തരത്തിൽ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതായി നാട്ടുകാർക്കും ധാരണയില്ല. പൊതുവെ നല്ല അഭിപ്രായം കുടുംബാംഗങ്ങളെ പറ്റിയും ഈ കൊല ചെയ്തു എന്ന് പറയുന്ന അഫാൻ എന്ന യുവാവിനെ പറ്റിയും നാട്ടുകാർക്കൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കുടുംബത്തിൽ അസാധാരണമായി എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ അഫാൻ സൗഹൃദത്തിലായിരുന്ന, അടുപ്പത്തിലായിരുന്ന ഒരു പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു എന്നുള്ളത് മാത്രമാണ്. അതും നാട്ടുകാർക്ക് അത്ര അറിവുള്ള കാര്യങ്ങളല്ല. കുടുംബവുമായി അടുത്ത് ഇടപെടുന്നവർക്ക് മാത്രമേ ഈ സംഭവത്തെ കുറിച്ച് വ്യക്തതയുള്ളൂ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇന്ന് പകൽ ഇത്തരം ക്രൂരമായ 5 കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ദാരുണമായ പല കാര്യങ്ങളുമാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അറിയുന്നത്. കൊല്ലപ്പെട്ട ഈ അഫാന്റെ അനുജനായിട്ടുള്ള കൊല്ലപ്പെട്ട അഫ്സാൻ ഇന്ന് കൂടി പരീക്ഷ എഴുതാൻ പോയിട്ടുള്ളൂ. 14 വയസ്സുകാരനാണ് ഈ കൊല്ലപ്പെട്ട അഫ്സാൻ എന്നുള്ളതാണ്. വെഞ്ഞാറമൂട് ഗവൺമെന്റ് മോഡൽ HSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മരണപ്പെട്ട അഫാൻ. ഇന്ന് പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ പോയി തിരിച്ചു വന്ന വിദ്യാർത്ഥിയാണ് ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്ന് കൊലപാതകം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ്. 2 കൊലപാതകം പേരുമലയിലെ വീട്ടിൽ വെച്ച് നടന്നു. ഒരാൾ ഷെമി എന്ന് പറയുന്ന ക്യാൻസർ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്ന ഈ അഫാന്റെ മാതാവ് ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലാണ്. SN പുരം ചുള്ളാളത്ത് മറ്റു 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഈ പറയുന്ന പെൺസുഹൃത്തിന്റെ മാതാപിതാക്കളാണ് എന്ന സൂചന ലഭിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട് ആഷിക. നേരത്തെ നമ്മൾ ഈ ചുള്ളാളം വാർഡംഗത്തോട് സംസാരിക്കുകയുണ്ടായി. ഈ അഫാന്റെ പിതാവിന്റെ സഹോദരനും ഭാര്യയുമാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായും അഫാന്റെ അടുത്ത ബന്ധുക്കൾ തന്നെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ഏതായാലും ഈ കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം. അഫാൻ എലിവിഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ഈ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇപ്പോൾ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് അഫാനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമത്തിന് ശേഷമാണോ ആഷിഖ് ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നത്? ആ നിലയിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊലപാതകങ്ങൾക്ക് ശേഷം എലിവശം കഴിച്ച് അഫാൻ സ്വയം ആത്മഹത്യക്ക് ശ്രമിക്കുകയുണ്ടായി. തുടർന്ന് ഇത് പരാജയപ്പെട്ടതിനെ തുടർന്നാവാം പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തുന്നത് എന്നാണ്. ഈ വിവരം ലഭിച്ചതിന് എലിവശം കഴിച്ചിട്ടുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ച ഉടനെ തന്നെ ഈ പ്രതിയുടെ ആരോഗ്യനില പരിശോധിക്കാനായി തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് പ്രതിയെ മാറ്റുകയാണ്. നിലവിൽ പ്രതി തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വൈകിട്ട് ഏതാണ്ട് 6 മണിയോട് കൂടിയാണ് പോലീസ് സ്റ്റേഷനിൽ അഫാൻ എത്തി ഈ കുറ്റസമ്മതം നടത്തുന്നത്. പിന്നീട് ആദ്യഘട്ടത്തിൽ സഹോദരിയെ വെട്ടി എന്ന നിലയിലാണ് പോലീസ് ഇക്കാര്യത്തിൽ മനസ്സിലാക്കിയതെങ്കിൽ കൂടുതൽ മൊഴിയെടുക്കുമ്പോഴാണ് വിവിധയിടങ്ങളിലായി 6ഓളം കൊലപാതകങ്ങൾ ഈ പ്രതി നടത്തി എന്ന അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതിൽ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 5 പേർ മരണം ഉറപ്പിക്കാവുന്ന നിലയിലാണ്. ഒരാൾ ഗുരുതരമായ ചികിത്സയിലിരിക്കുന്നത് അഫാന്റെ ഉമ്മ ഷെമി ആണ് എന്നുള്ളതാണ്. അമ്മ മാത്രമാണ് നിലവിൽ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അമ്മ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ് ഉള്ളത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ.